ഭ ഭ ബ ഭയം ഭക്തി ബഹുമാനം. ഇന്നലെ ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നു. ഡിസംബർ 18 പടം റിലീസ് ചെയ്യുകയാണ്. ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലോജിക്കൊന്നും ഇല്ലാത്ത സിനിമയെന്ന് അവർ തന്നെ പറയുന്നത് വളരെ കറക്റ്റാണ്. പക്ഷേ ഒരു പോയിന്റ് വരുമ്പം ഈ ട്രെയിലറിന്റെ രീതിയെ അങ്ങ് മാറുന്നുണ്ട്. മോഹൻലാലിനെ കാണിച്ചു തുടങ്ങുന്നത് മുതൽ, അതായത് ഈ പടത്തിന്റെ നെടുന്തൂണായി മാറി മോഹൻലാൽ. ഈ പടത്തിൽ ഇനി മോഹൻലാലിന്റെ കഴിവുപോലിരിക്കും ഈ സിനിമയുടെ വിജയം നിശ്ചയിക്കുന്നത്. കാരണം ഒന്നാമത് വിനീത് ശ്രീനിവാസൻ ഔട്ട്ഡേറ്റഡ് ആയി. ഈ സംവിധാനത്തിലായാലും അഭിനയത്തിലായാലും അത്യാവശ്യം കഴിഞ്ഞ സിനിമകളെല്ലാം വെറുപ്പിച്ച് വെച്ചേക്കാണ് വിനീത് ശ്രീനിവാസൻ. രണ്ടാമത് ദിലീപ് ആണെങ്കിൽ ഒരു 8 കൊല്ലം കൊണ്ട് വലിയ നല്ല ഹിറ്റുകളൊന്നും രാമലീല ഉണ്ടായിരിക്കാം, അതിനുശേഷം 1-2 ചെറിയ ഹിറ്റുകൾ ഒഴിച്ചാൽ ഒരു എടുത്തു പറയത്തക്ക ഒരു ഹിറ്റുകളും ദിലീപിന്റെ പേരിലുമില്ല. അന്നേരം വിനീത് ശ്രീനിവാസനും ദിലീപും നായകന്മാരാകുന്ന സിനിമയിൽ പിന്നെ ഒരാൾ ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസനെ നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. 10 പടം ഇറങ്ങിയാലും 10 പടം ധ്യാൻ ശ്രീനിവാസൻ പൊട്ടിച്ചിരിക്കും. അന്നേരം പിന്നെ ഇവര് 3 പേരും ഉള്ള സമയത്ത് ഒരു 10-20 മിനിറ്റ് ഒരു പാട്ടിലും ഒരു ആക്ഷനിലും മോഹൻലാൽ ഉണ്ടെന്നാണ്. അന്നേരം ഒരു 10-20-25 മിനിറ്റ് മോഹൻലാൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ ചെയ്ത് ഈ സിനിമയെ വിജയിപ്പിക്കേണ്ട 100% വിജയിപ്പിക്കാനുള്ള സാധ്യത മോഹൻലാലിന്റെ പ്രകടനം തന്നെയാണ്. മോഹൻലാൽ അത് അതിഗംഭീരമായി ചെയ്യാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന്റെ തോളിലേറി ദിലീപിനൊരു ഗംഭീര വിജയം കിട്ടും. ദിലീപ് മോശം നടനായതുകൊണ്ടല്ല, ഇപ്പോഴത്തെ പ്രതിച്ഛായ. ഇപ്പം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ഒരു ഉദാഹരണം വെക്കാം. ജയറാം വളരെ മോശം. കാരണം മലയാളത്തിലൊരു ഹിറ്റൊന്നും ജയറാം നായകനായിട്ട് കിട്ടിയില്ല. മമ്മൂട്ടി ഒരു ക്യാമിയോ റോളിൽ വന്നു, ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കളക്ഷൻ ആ സിനിമ കിട്ടി. ജയറാമിനൊരു ഹിറ്റ് കിട്ടി. അതിനുശേഷം ജയറാം തമിഴ് തെലുങ്ക് ഭാഷകളിലോട്ടൊക്കെ പോയി. പക്ഷെ ദിലീപ് അങ്ങനെയല്ല, ഒരു മെയിൻ സ്ട്രീമിൽ ഉറച്ചിവിടെ മലയാളത്തിൽ നിൽക്കാൻ തന്നെ ഉള്ളതാണ്. നല്ല അസാധാരണ കാലിബർ ഉള്ളതാണ് ജയറാമിനായാലും ദിലീപിനായാലും. ദിലീപിനൊരു വമ്പൻ ഹിറ്റ് കിട്ടിയേ തീരൂ. അത് ഈ പടത്തിനകത്തൂടെ കിട്ടുകയും വേണം. അതിന് മോഹൻലാൽ തീർച്ചയായിട്ടും മോഹൻലാൽ ഒരു വലിയൊരു ഫാക്ടറാണ്. OTT-യിലായാലും തിയേറ്ററിൽ ആദ്യത്തെ ഇനീഷ്യൽ പുള്ളിനായാലും പിന്നെ അങ്ങോട്ടുള്ള വിജയമാണ്, ഗംഭീര വിജയമാണെങ്കിൽ ആ ഒരു 10-20-25 മിനിറ്റ് മോഹൻലാലിന്റെ പ്രസൻസ് ആണ് ഭാഭാബായുടെ വിജയം നിശ്ചയിക്കുന്നത്.